ശ്രീ ബി.എൻ. ഹസ്കർ, ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്താണ് നവകേരള സദസ് എന്ന്. അതായത് ജനങ്ങൾ ഈ പൊരുവെയിലത്ത് പരാതിയുമായി അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ചെല്ലാം, അതല്ല മുഖ്യം. നവകേരള സദസ്സിന്റെ പരാതികൾ വാങ്ങിവെക്കുന്നു, അത്രയേ ഉള്ളൂ. മനുഷ്യ നമ്മള് നവകേരള സദസ്സിനെ കുറിച്ച് തുടക്കം മുതൽ തന്നെ ഗവൺമെന്റ് ഒരു നിലപാട് പറഞ്ഞിരുന്നു. വരുന്ന കാൽ നൂറ്റാണ്ടിൽ കഴിയുമ്പോൾ കേരളം എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള സമഗ്ര കാഴ്ചപ്പാടാണ് നവകേരള സദസ്സിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ട്, അത് ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്ന് ആശയവിനിമയം നടത്തി ജനങ്ങളുടെ അഭിപ്രായം കൂടി സ്വരൂപിച്ചുകൊണ്ട് ഒരു സമഗ്ര പദ്ധതി, ഒരു കേരള മോഡൽ അവതരിപ്പിക്കുക എന്നുള്ളത്. കേരള മോഡൽ എന്ന് പറയുന്നത് ഇന്ന് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിന്റെ സാഹചര്യം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ കേരള മോഡൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുമായി സംവദിക്കുക. ഈ ലോക ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ക്യാബിനറ്റ് മുഴുവനായി കേരളത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും പോയി ജനങ്ങളുമായി സംവദിക്കുന്നത്. ഈ പ്രഖ്യാപിത ലക്ഷ്യത്തോടൊപ്പം തന്നെയാണ് പരാതികൾ സ്വീകരിക്കുക എന്നുള്ളത്. അല്ലാതെ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഒരു പരാതി പരിഹാര അദാലത്തല്ല. പക്ഷേ ഈ സംവാദം എങ്ങനെ സാധ്യമാകുന്നു ശ്രീ ബി.എൻ. ഹസ്കർ? ഈ ജനങ്ങൾക്ക് എന്താണോ പരാതിയുള്ളത് അതാണല്ലോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ. ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതാണല്ലോ ഈ പരാതിയുടെ രൂപത്തിൽ വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ജനസമക്ഷം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വരുന്നതെന്ന്. അതായത് സർക്കാരിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാനോ? അപ്പോൾ സർക്കാരിന് പരാതിയുണ്ട്, ഇത് ജനങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്നാണോ മുഖ്യമന്ത്രിയും ഈ മന്ത്രിപ്പടയും പറയുന്നത്? ഇതെന്ത് ന്യായമാണ്, എന്ത് യുക്തിയാണിത്? അല്ല, നാം കാണേണ്ടത്, നാം അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അങ്ങ് പറയുന്നത് പോലെ അതൊരു ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കും. സോ അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഈ ഇത്രയും 140 മണ്ഡലങ്ങളിലൂടെ കടന്നു വന്ന് ജനങ്ങളുമായി സംവദിക്കുകയാണ്. ജനങ്ങളുമായിട്ട് സംവദിക്കുന്നില്ല അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ. സംവദിക്കുന്നത് പൗരപ്രമുഖരുമായിട്ടാണ്, അങ്ങനെ ഒരു പേരിട്ടാണല്ലോ വിളിക്കുന്നത്. അവരുമായിട്ട് മാത്രമേ സംവദിക്കുന്നുള്ളൂ. ജനങ്ങളുടെ പരാതി മുഖ്യമല്ല എന്നൊരു മുഖ്യമന്ത്രി പറയുവാൻ പാടില്ലായിരുന്നു. ജനങ്ങളുടെ പരാതിയാണ് മുഖ്യം, അതിന് പരിഹാരമുണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടൊരു മുഖ്യമന്ത്രി വന്നതെന്ന് പറയുകയാണ് അതൊരു മുഖ്യമായ കാര്യമല്ല എന്ന്. എന്തിന് കോട്ടയം എം.പി. തോമസ് ചാഴികാടൻ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് അതാണ് കേട്ടോ. വെറും ഒരു സാധാരണക്കാരനല്ലല്ലോ അയാൾ. എത്രയോ തവണ ജനപ്രതിനിധിയായ ആളാണ്. അയാൾ എന്ന് വിളിച്ചതിൽ ക്ഷമിക്കൂ. അദ്ദേഹം തോമസ് ചാഴികാടൻ എന്റെയും എം പിയാണ്, കോട്ടയം എം പിയാണ്. റബ്ബറിന്റെ പ്രശ്നം അവിടെ പറയാൻ പാടില്ല പോലും. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ശ്രീ തോമസ് ചാഴികാടൻ അദ്ദേഹം സ്വാഗത പ്രസംഗത്തിന്റെ സമയത്ത് സമയപരിധി ലംഘിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗം നീണ്ടുപോവുകയും, രണ്ട്, അദ്ദേഹം അവതരിപ്പിച്ചത് 3 വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഒന്ന്, റബ്ബറിന്റെ താങ്ങുവിലയെ സംബന്ധിച്ച് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2, അവിടെ ഒരു പാലവുമായി ബന്ധപ്പെട്ടുള്ള പണി അതിവേഗതയിൽ തീർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 3, സ്റ്റേഡിയം കോംപ്ലക്സുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതയിൽ തീർക്കുന്നതിനാവശ്യമായിട്ടില്ല. ഇത്തരം കാര്യങ്ങളല്ല നവകേരള സദസ്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് ആ വേദിയിൽ വെച്ച് തന്നെ പിണറായി വിജയൻ അത്തരൊരു തിരുത്ത് പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് നന്നായി. എന്തായാലും അങ്ങനെ ഒരു തിരുത്ത് കൊടുത്തത് നന്നായി മുഖ്യമന്ത്രി. കാരണം ഒരു ജനപ്രതിനിധി പോലും അതായത് തോമസ് ചാഴികാടനെ പോലെ ഇത്രയും പരിചയസമ്പന്നനായ, ഇത്രയും വർഷങ്ങൾ ജനപ്രതിനിധിയായിരുന്ന ആൾക്ക് പോലും എന്താണ് നവകേരള സദസ്സ് എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അത് തിരുത്തിയത് എന്തായാലും നന്നായി. അതുവഴി അദ്ദേഹം തിരുത്തിയത് ജനങ്ങളെ അല്ലേ? ശ്രീ